പ്രത്യാശയുടെ കിരണങ്ങൾ ദുരിതത്തിൻ്റെ ഇരുണ്ട മേഘങ്ങൾക്കിടയിലൂടെ തുളച്ചുകയറി ഗസയിലെ ജനതയിലേക്ക് എത്തിച്ചേരാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില അന്താരാഷ്ട്ര സഹായവും മാനുഷികത്വവും ഏന്തിയുള്ള ആ കപ്പൽ സംഘം ഇപ്പോൾ ഗസയിൽ നിന്ന് 160 നോട്ടിക്കൽ മൈലുകൾ അകലെയാണ്. ഇസ്രായേലിൻ്റെ ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞു. ഓരോ നിമിഷവും ഓരോ തിരമാലയും അവരുടെ ദൗത്യത്തിൻ്റെ തീവ്രതയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോട്ടിലയിലെ പ്രതിനിധികൾ തങ്ങളുടെ യാത്രയുടെ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതായാണ് അറിയിക്കുന്നത്. കൂടുതൽ അപകട സാധ്യതയുള്ള മേഖലയിലേക്കാണ് അവർ നീങ്ങുന്നത്. നേരത്തെ സഹായ കപ്പലുകൾ ആക്രമിക്കപ്പെട്ട ഓറഞ്ച് സോണിലേക്ക് ഫ്ലോട്ടിലുകൾ പ്രവേശിച്ചതായാണ് അവസാനമായി പുറത്തു വന്ന വിവരങ്ങൾ. ഈ ഓറഞ്ച് സോണാണ് ചരിത്രത്തിലെ ദുരന്തങ്ങളുടെ ഓർമ്മകൾ നിറഞ്ഞത്. മുൻകാല സഹായ മിഷനുകൾ ഇവിടെ ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ ഇടപെടലുകൾക്ക് ഇരയായിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയും ആ ഭീതിതമായ ജലാശയത്തിലേക്ക് കടന്നിരിക്കുന്നു. ക്യൂഡ്സ് ന്യൂസ് നെറ്റ്വർക്കിൻ്റെ ട്വീറ്റ് ഇങ്ങനെയാണ് പറയുന്നത്: ദി ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില ഹാസ് എൻറ്റേർഡ് ദ ഓറഞ്ച് സോൺ, the same area where previous 8 ships were attacked and intercepted by the Israeli occupation. ഈ ട്വീറ്റിനോടൊപ്പം ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. അത് ഫ്ലോട്ടിലയുടെ ധീരമായ യാത്രയെ ചിത്രീകരിക്കുകയാണ്. ഫ്ലോട്ടിലയിലെ സംഘാംഗങ്ങളുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുമുണ്ട്. ബ്രിട്ടീഷ് ആക്ടിവിസ്റ്റ് സാറ വിക്കിൻസൺ തൻ്റെ എക്സ്പോസ്റ്റിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചു. അതിലവർ പറയുന്നു, ഏതാനും മണിക്കൂറുകൾക്കകം തങ്ങൾക്ക് ഗസൻ തീരം കാണാനാവുമെന്ന്. ആ വാക്കുകളിൽ പ്രത്യാശയുടെ തീവ്രത നിറഞ്ഞിരിക്കുന്നുണ്ട്. കടലിൻ്റെ അനന്തവിശാലതകൾക്കിടയിൽ ഗസയിലെ ജനതയുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്താനുള്ള ഒരു ചെറിയ ശ്രമം, എന്നാൽ അത് ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കുകയാണ്. സാറ വിക്കിൻസണിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ തങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് ആ യാത്രയിൽ പങ്കെടുക്കുന്നത്. അവരുടെ ധൈര്യം മാനുഷികതയുടെ പുതിയ അധ്യായങ്ങളാണ് രചിക്കുന്നത്. ഇതിനിടെ കൂടുതൽ ഭീതിതമായ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഒരു ഇസ്രായേലി സൈനിക കപ്പൽ ഫ്ലോട്ടിലയുടെ കപ്പലുകൾക്കടുത്തെത്തി ഭീഷണിപ്പെടുത്തിയതായി ആക്ടിവിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ആശയവിനിമയ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതായും സൂചനകളുണ്ട്. അൽമ, സിറിയസ് എന്നീ ലീഡ് ബോട്ടുകൾക്ക് മുകളിലൂടെ വളരെ അപകടകരമായ നീക്കങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. സിഗ്നൽ തടസ്സങ്ങൾ കാരണം ഫ്ലോട്ടിലെ ബോട്ടുകളുമായി ബന്ധപ്പെടുന്നതിൽ കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായും ആക്ടിവിസ്റ്റുകൾ വ്യക്തമാക്കുന്നു. അധിനിവേശകർ നടത്തുന്നത് കടൽ കൊള്ളയാണ്, പക്ഷേ ഗസയിലേക്ക് കപ്പൽ യാത്ര തുടരാൻ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എന്നായിരുന്നു അവരുടെ വാക്കുകൾ. ഈ ധൈര്യം ലോകത്തിനൊരു സന്ദേശമാണ്. മാനുഷികാവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിൽ തടസ്സങ്ങൾ എത്ര വലുതാണെങ്കിലും മനുഷ്യ മനസാക്ഷി ജയിക്കുമെന്നതിൻ്റെ തെളിവാണ് ഈ ഫ്ലോട്ടില. ഗസയിലെ ഇസ്രായേലിൻ്റെ നാവിക ഉപരോധം തകർക്കാനാണ് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയുടെ ലക്ഷ്യം. ഏകദേശം 50 സിവിലിയൻ ബോട്ടുകളുമായാണ് അവർ പുറപ്പെട്ടത്. സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തകയായ ഗ്രേറ്റ് തുൻബർഗ് ഉൾപ്പെടെ നിരവധി അഭിഭാഷകരും ആക്ടിവിസ്റ്റുകളും ഇതിൽ പങ്കാളികളാണ്. ഗ്രേറ്റ് തുൻബർഗ് കാലാവസ്ഥാ പ്രതിസന്ധികളോടൊപ്പം മാനുഷികാവകാശങ്ങളും ചേർത്ത് പിടിക്കുന്ന ഒരു ആക്ടിവിസ്റ്റാണ്. അവരുടെ സാന്നിധ്യം ഈ മിഷനെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നു. ഗ്രീക്ക് ദ്വീപായ ഗാവ്ഡോസിൽ നിന്ന് 36 നോട്ടിക്കൽ മൈലുകൾ, ഏകദേശം 56 കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര ജലാശയത്തിൽ വെച്ച് ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോൾ പ്രതിരോധിക്കാൻ ഇറ്റലി കപ്പൽ അയച്ചിരുന്നു. പിന്നാലെ സ്പെയിനും സുരക്ഷയൊരുക്കാൻ എത്തിയിരുന്നു. ഈ അന്താരാഷ്ട്ര പിന്തുണയൊക്കെ ഫ്ലോട്ടിലയുടെ ദൗത്യത്തിൻ്റെ ന്യായതയാണ് അടിവരയിടുന്നത്. ഇനി ഏതാനും മൈലുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. കടലോളങ്ങളെ തലോടി ലോകം ഇതുവരെ കാണാത്ത മാനുഷികതയുടെ ആ പായ്ക്കപ്പലുകൾ ഗസയുടെ തീരം തൊടാൻ ഇനി വെറും ഏതാനും മൈലുകൾ മാത്രം ബാക്കി. ആ മൈലുകൾ താണ്ടിയാൽ അഭൂതപൂർവമായ ഒരു അതിമനോഹര കാഴ്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിക്കും. പട്ടിണിയും ദുരിതവും പേറിയ പ്രതീക്ഷയുടെ എല്ലാ കിരണങ്ങളും അസ്തമിച്ച ഒരു ജനതയിലേക്ക് പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും മയത്തുള്ളികൾ പെയ്തേക്കാം. ഫലസ്തീൻ പതാകകളേന്തിയ, ഫലസ്തീൻ സ്വതന്ത്ര ഗീതങ്ങൾ മുഴങ്ങിയ ആ കുഞ്ഞോടങ്ങൾ നെതന്യാഹുവും സംഘവും തീർത്ത വേലിക്കെട്ടുകൾ പൊളിച്ച് ഗസൻ തീരമണിയുന്നത് കാണാൻ ലോകം കാത്തിരിക്കുകയാണ്. ഈ യാത്ര വെറുമൊരു സഹായ മിഷൻ മാത്രമല്ല, അത് അടിച്ചമർത്തലിനെതിരെയുള്ള ഒരു ആഗോള പ്രതിരോധത്തിൻ്റെ പ്രതീകമാണ്. waytonikah.com, the exclusive Muslim matrimonial site.